ദാനിയേലിന്റെ പ്രവചനം 3-ാം അധ്യായത്തിൽ വീണ്ടും ഒരു പ്രശ്നം. ആ പ്രശ്നം ഇങ്ങനെയാണ്: ദൂരാ സമഭൂമിയിൽ രാജാവിന്റെ ഒരു വലിയ വിഗ്രഹത്തെ, ബിംബത്തെ നിർത്തി. എന്നിട്ട് പറഞ്ഞു, സകലരും അതിനെ വീണ് നമസ്കരിക്കണം. സകലരും കേട്ടപാടെ വീണ് നമസ്കരിച്ചു. എന്നാൽ ഇസ്രായേലിൽ നിന്നും, യഹൂദന്മാരിൽ ഇടയിൽ നിന്നും കൊണ്ടുവന്ന് ദാനിയേലും ശദ്രക്കും മേശക്കും അബേദ്നെഗോവും പറഞ്ഞു, ഞങ്ങൾ ഒരു ദൈവത്തെ മാത്രമേ ആരാധിക്കത്തുള്ളൂ, അവനെ മാത്രമേ ഞങ്ങൾ സേവിക്കത്തുള്ളൂ, അവനെ മാത്രമേ ഞങ്ങൾ വണങ്ങത്തുള്ളൂ. കൽപ്പന മുറുകി വണങ്ങാത്തവരെ തീയിൽ ഇട്ട് ചുട്ടുകളയാൻ തീരുമാനിച്ചു. കേട്ടപാടെ ജനമെല്ലാം വീണ് നമസ്കരിച്ചു. എന്നാൽ ഈ 3 പേര്, ശദ്രക്കും മേശക്കും അബേദ്നെഗോവും, അവർ ദൈവത്തെ മാത്രം സ്തുതിക്കാൻ തീരുമാനിച്ചു. ഈ വാർത്ത രാജാവിന്റെ ചെവിയിലെത്തി. രാജാവ് പറഞ്ഞു, അവന്മാരെ പിടിച്ചോണ്ട് പോവാ, തീയിലിടാൻ പറഞ്ഞു. രാജാവിന്റെ അകത്ത് അരിശം കയറിയിട്ട് രാജാവ് പറഞ്ഞൊരു കാര്യം ചെയ്യേ, ചൂട് വർദ്ധിപ്പിക്കാൻ പറഞ്ഞു. 7 മടങ്ങ് ചൂട് വർദ്ധിപ്പിച്ചു. വലിയ തീച്ചൂളയെ കാണിച്ചോണ്ട് പറഞ്ഞു, ഇനിയെങ്കിലും നീ ദൈവത്തെ തള്ളി പറയണം, എന്നെ ആരാധിക്കണം, എന്നെ വണങ്ങണം. അവരെന്നാ ചെയ്തേ? അവർ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ സേവിക്കുന്ന ദൈവം ഞങ്ങളെ വിടുവിക്കും. രാജാവ് പറഞ്ഞു, മാരെ പൊക്കിയെടുത്ത് തീയിലിടാൻ പറഞ്ഞു. പടയാളികൾ വന്ന് ഈ 3 പേരെയും പൊക്കിയെടുത്ത് തീയിലോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് കൊണ്ടുപോയവരുടെ വസ്ത്രം ഉരുകിപ്പോയി. അവരെ തീ ദഹിപ്പിച്ചു കളഞ്ഞു. പക്ഷേ ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവിനെയും തീ തൊട്ടില്ല. ഇവരെ തീയിലേക്കെടുത്തിട്ടു. കരിഞ്ഞ് ജഡം തകരുന്നത് കാണാൻ നോക്കിയിരുന്നപ്പോ രാജാവ് അടക്കമുള്ളവർ ഒരു കാഴ്ച കാണുക. 3 പേരല്ല, 4 പേര് അതിനകത്ത് നിൽക്കുന്നു. രാജാവ് പറയുക, 4-മന്റെ മുഖരൂപം ഒരു ദൈവ ദൂതന്റെ മുഖത്തോട് സാദൃശ്യം. എടാ, ഈ തീക്കൊരു ബലമുണ്ട്, തീക്കൊരു അഹങ്കാരമുണ്ട്. ആരെ എന്തിനെ ഇട്ടാലും കരിച്ചു കളയുമെന്ന്. പക്ഷെ ഞാൻ അതിന്റെ ബലത്തെ ചവിട്ടി, അതിന്റെ ബലത്തെ ഞാൻ കെടുത്തി, അതിന്റെ ശക്തിയെ ഞാൻ തകർത്തു. ദാനിയേൽ പ്രവചനം 6-ാം അധ്യായം 9-ാമത്തെ വാക്യം. അങ്ങനെ ദാര്യാവേശ് രാജാവ് രേഖയും വിരോധ കൽപ്പനയും എഴുതിച്ചു. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നുവെന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്നു. അവന്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുൻപേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. മുട്ടുകുത്തി പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. ഇത് അവന്റെ ശത്രുക്കൾ, വിരോധികൾ കണ്ടു. അവർ ചെന്ന് രാജാവിനോട് പറഞ്ഞു, രാജാവേ, 30 ദിവസത്തേക്ക് മാറ്റമില്ലാത്ത നിയമമായ പാർസികളുടെ നിയമം നീ എഴുതി വച്ചിരിക്കുന്നു, രേഖ എഴുതി വച്ചിരിക്കുന്നു. പക്ഷെ വേണ്ട, ഒരുത്തൻ അവിടെ ഇരുന്ന് വേറൊരു ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇതെന്തൊരു മര്യാദയാണ്? രാജാവ് പറഞ്ഞു, അങ്ങനെ ചെയ്തവനെ കൊണ്ടുവരാൻ പറഞ്ഞു. കൊണ്ടുവന്നപ്പോഴാണ് മനസ്സിലായേ, രാജാവിന് ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ് ദാനിയേൽ. ഈ രാജാവ് അവനോടൊരു കാര്യം പറഞ്ഞു. രാജാവ് ദാനിയേലിനോട് സംസാരിച്ചു, നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം. രാജാവിന് അറിയായിരുന്നു ഇവൻ ഇടവിടാതെ സേവിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന്. ഇത് രാജാവാ സാക്ഷ്യം പറഞ്ഞു. നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം, നിന്റെ ദൈവം നിന്നെ രക്ഷിക്കും. ഒരു പ്രശ്നം വരുമ്പം മാത്രം ഈ ദൈവത്തെ പിടിക്കുന്നവരാണോ? 22-ാമത്തെ വാക്യത്തിൽ ദാനിയേൽ തന്നെ പറയുകയാണ്, ഞാൻ ആ സിംഹക്കൂട്ടി ചെന്നപ്പോൾ സിംഹത്തെ കണ്ടു, എന്നാൽ മറ്റൊരു കാഴ്ച ഞാൻ കണ്ടു. എന്നാ കണ്ടേന്നറിയാമോ? സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് ദൈവം തന്റെ ദൂതനെ അയച്ച് അവയുടെ വായെ അടച്ചു കളഞ്ഞു. ദാനിയേൽ നോക്കിയപ്പം ഭയങ്കരന്മാരായ സിംഹവും സിംഹിയും ഒക്കെ കൂട്ടിലുണ്ട്. പക്ഷെ ദാനിയേൽ ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അതിന്റെ വായ അടച്ചു വച്ചിരിക്കുകയാണ്. വാ തുറക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റുന്നില്ല, അടച്ചു വച്ചിരിക്കുകയാണ്. സിംഹങ്ങളുടെ വായ ദൈവം തന്റെ ദൂതനെ അയച്ച്. ദാനിയേൽ കൂട്ടി വന്നപ്പം സിംഹത്തെ അല്ല കണ്ടേ, ദൂതനെയാ കണ്ടേ. ദൂതൻ പറയാ, മോനെ പേടിക്കണ്ട, നിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി ഞാൻ വന്നിരിക്കുക. നിങ്ങൾ ചില പ്രതികൂലങ്ങളുടെ നടുവിലൂടെ കടന്നു പോകേണ്ടി വന്നേക്കാം. ചില സാഹചര്യങ്ങളിൽ നിങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കേണ്ടതുപോലെ തോന്നിയേക്കാം. പക്ഷേ ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു, നിങ്ങൾ ചെല്ലുന്നതിന് മുമ്പേ ആ പ്രശ്നത്തിന് മേൽ ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങുന്നു. എല്ലാ കാര്യങ്ങളൊന്നും ഉയർത്തിപ്പിടിച്ചു. അഗ്നികുണ്ഡത്തിലും സിംഹക്കുഴിയിലും ദാനിയേലിൻ ദൈവം
പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ എന്നോട് പറയുന്നു, നീ ഒറ്റയ്ക്കല്ല അവിടെ. നിനക്ക് വേണ്ടി ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങാൻ പോകുകയാണ്. അവരിറങ്ങുന്നത് നിനക്കെതിരെ വാ തുറന്നു നിൽക്കുന്ന ചില സിംഹങ്ങളുടെ വായെ നിനക്ക് വേണ്ടി അടച്ച് നിന്നെ വിടുവിക്കാനാണ്. ഈ ദാനിയേൽ സിംഹക്കൂട്ടി കിടക്കുമ്പോൾ അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ബൈബിളിൽ ഒരു തെളിവ് തരുന്നു. അന്ന് രാത്രി മുഴുവനും രാജാവ് അവന് വേണ്ടി പ്രാർത്ഥിച്ചു. രാജാവ് ഭക്ഷണം കഴിച്ചില്ല, രാജാവ് ഉറങ്ങിയില്ല, രാജാവ് അവന് വേണ്ടി പ്രാർത്ഥിച്ചു. ചരിത്രത്തിൽ ആദ്യമായി അവിടുത്തെ ഒരു ഭൃത്യന് വേണ്ടി ഒരു രാജാവിനെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചെങ്കിൽ ഈ ആഴ്ചകളിൽ നീ അറിയാത്ത ചിലരെ ദൈവം നിനക്ക് വേണ്ടി പ്രാർത്ഥിപ്പിക്കാൻ എഴുന്നേൽക്കുകയാണ്. ഈ ദൈവം ദൂതനെ അയച്ച കാര്യം അപ്പോസ്തലപ്രവൃത്തി 12:11 ദൈവം തന്റെ ദൂതനെ അയച്ച ഹെരോദാവിന്റെ കയ്യിൽ നിന്നും യഹൂദ ജനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു. ഹെരോദാവിന്റെ കയ്യിൽ കിട്ടിയത് ആരും പുറത്തു വന്നിട്ടില്ല. യോഹന്നാൻ സ്നാപകനെ വാൾ കൊണ്ട് കൊന്നു. ഹെരോദാവിന്റെ കൈ കിട്ടിയ യാക്കോബിനെ വാൾ കൊണ്ട് കൊന്നു. പലരെയും തകർത്ത കൈയാണ് ഹെരോദാവിന്റെ കൈ. പക്ഷെ ദൂതൻ ഇറങ്ങിയപ്പം പത്രോസിനെ ആ കൈക്കകത്തൊന്ന് ദൈവം വിടുവിച്ചു. യഹൂദ ജനത്തിനൊരു പ്രതീക്ഷയുണ്ടായിരുന്നു, നാളെ ഈ പത്രോസിന്റെ തലയും കൊയ്തെടുക്കുമെന്ന്. പക്ഷെ അവരുടെ പ്രതീക്ഷകളെ മാറ്റാൻ തക്കവണ്ണം ദൈവത്തിന്റെ ദൂതന്മാരിറങ്ങി. ഒരു നിമിഷം കണ്ണുകളെ അടച്ച് പ്രാർത്ഥിച്ചു. ഏത് പ്രതിസന്ധിയുടെ നടുവിലാണോ നീ ആയിരിക്കുന്നത്, അടുത്ത ദിവസങ്ങൾ എന്താണോ നീ ആഗ്രഹിക്കുന്നത്, പക്ഷെ നിനക്ക് വേണ്ടി ഇന്നൊരു പകലിൽ ദൈവത്തിന്റെ ദൂതന്മാരുടെ സംരക്ഷണം ഇറങ്ങുകയാണ്.